പണിക്കർ മാപ്പ് കൊടുത്ത് ഇതങ്ങ് അവസാനിപ്പിക്കാനുള്ള ഒരു വിശാല മനസ്കത ഹണി റോസ് കാണിക്കണമെന്ന് പറയുന്നിടത്ത് ഇത് ക്രൈമാണെന്ന് രാഹുൽ ഈശ്വർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിശാല മനസ്കത കാണിക്കണം. അത് എത്ര കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് നിൽക്കുന്നു ശ്രീജിത്ത്? അല്ല, നോക്കൂ, ഇതൊരു അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന വാദമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് വലിയൊരു ക്രൈം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് എല്ലാവർക്കും തന്നെ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇത് ചെയ്യുന്നത്, വലിയ ക്രൈം ആണെങ്കിലും നിങ്ങളെ തിരുത്തുക എന്നുള്ളതാണ് നിയമത്തിന്റെ ലക്ഷ്യം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ ശിക്ഷയില്ല എന്ന രീതിയിലത്തേക്ക് ക്ഷമിച്ചു വിടുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഇത് ക്ഷമിക്കപ്പെടേണ്ടുന്ന കുറ്റമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് ഇതിലെ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഇതിൽ ഇത്തരത്തിലുള്ള അവഹേളനത്തിന് വിധേയയായതും തന്റെ അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും ഇതിന് വിധേയയായതും ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാപ്പ് നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായും തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണ്. ഇനി ഇതിൽ ശിക്ഷാ നടപടി അങ്ങനെ ഒരു മാപ്പ് നൽകിയാൽ അത് കൊടുക്കുന്ന ഒരു സന്ദേശം ഇതുപോലെയുള്ള എല്ലാ ക്രൈമുകളും മാപ്പ് അർഹിക്കുന്നതാണ് എന്നുള്ളൊരു തെറ്റായ സന്ദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ ശ്രീജിത്തെ? അല്ല, 100%. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് ഹണി റോസ് പറയേണ്ടി വന്നതും. തനിക്കിതിൽ അമിതമായിട്ടുള്ള സന്തോഷമൊന്നുമില്ല. പക്ഷേ ശരിയായ രീതിയിൽ നിയമം ഏത് രീതിയിലത്തേക്കാണോ ഉപയോഗിക്കേണ്ടത് ആ രീതി മാത്രമാണ് താൻ പിന്തുടരുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം അവർ പറയുന്നിടത്ത് അവരുടെ പൊസിഷൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരാളിനോട് നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ അപേക്ഷിക്കാം എന്നതിനപ്പുറത്തേക്ക് ആ അപേക്ഷയിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ക്ഷമിക്കേണ്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ അതിനു മുമ്പ് മാർഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 1 വർഷം കൊടുക്കണോ 3 വർഷം കൊടുക്കണോ വെറുതെ വിടണോ എന്നീ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ലാത്തത്, തെറ്റു മനസ്സിലാക്കാനായിട്ട് ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യമായിട്ട് നടത്തുന്ന ദ്വയാർത്ഥ പ്രയോഗമല്ല ഇത്. മുമ്പ് പല ആൾക്കാരോട് അദ്ദേഹം ഇതേപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാം തന്നെ വീഡിയോ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ വൈറലാകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇതൊരു പതിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല എങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഹണി റോസിന്റെ കേസിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ ഹണി റോസ് തന്നെ പറയുന്ന കാര്യം ഇവിടെ ബോബി ചെമ്മണ്ണൂർ സമ്മതിക്കുന്നുണ്ട്. അതായത് തനിക്ക് ഈ രീതിയിലത്തേക്കുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സ്വീകാര്യമല്ല, തനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മാനേജർ വഴി ബോബി ചെമ്മണ്ണൂരിനെ അറിയിച്ചതിന് ശേഷം അങ്ങനെയാണെങ്കിൽ താൻ ആരെക്കുറിച്ചാണോ ഈ പരാമർശങ്ങൾ നടത്തുന്നത് അവർക്കിതിൽ താല്പര്യമില്ല എന്ന് അറിയിക്കുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂർ നിർത്തണം എന്നുള്ളിടത്തായിരുന്നു അതിന്റെ വാണിംഗ്. അപ്പോൾ ആ വാണിംഗ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവർക്കെതിരെ കൂടുതൽ രൂക്ഷമായിട്ടുള്ള കൂടുതൽ മോശമായ രീതിയിലത്തേക്കുള്ള ഡബിൾ മീനിങ് വാക്കുകൾ ഉപയോഗിച്ചു. അതിന്റെ പലതിന്റെയും അക്കൗണ്ടബിലിറ്റി തനിക്കല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അത് മറ്റുള്ള പല ആൾക്കാരുടെയും, അതായത് പൊതുസമൂഹത്തിൽപ്പെട്ട പല ആൾക്കാരും ഇന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശുദ്ധ വഷളത്തരം, ശുദ്ധ അശ്ലീലം ഇവർക്കെതിരെ വീണ്ടും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളിന് നമ്മൾ മാപ്പ് നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ചെയ്യുന്ന തെറ്റാണ് എന്ന് അറിയാതിരിക്കുന്ന ഒരാളല്ല. 2, മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ഈ സിനിമയിൽ ആ രംഗം ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരക്കഥയിൽ അതുണ്ട് എങ്കിൽ അതിന്റെ തിരക്കഥാകൃത്താണെങ്കിലും സംവിധായകനാണെങ്കിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റി പറഞ്ഞ് അവരുടെ കൺസെന്റോടുകൂടി ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ്. അതായത് മോൺസ്റ്റർ എന്ന സിനിമയിൽ ആ ഒരു സീനിൽ ഹണി റോസ് അഭിനയിച്ചിരിക്കുന്നതോ ട്രിവാൻഡ്രം ലോഡ്ജിൽ അത് അഭിനയിച്ചിരിക്കുന്നതോ അവരുടെ കൺസെന്റോട് കൂടിയാണ്. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ കൺസെന്റ്. നേരെ മറിച്ച് അവരൊരു സിനിമയിൽ അങ്ങനെ ഒരു റോൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ആ കൺസെന്റ് എല്ലായ്പ്പോഴും എല്ലാവർക്കും ആ വാക്കിന്റെ പല തരത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാത്ത രാഹുൽ ഈശ്വരൻ മനസ്സിലാകാത്ത ആണെന്ന് ഞാൻ കരുതുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് ധരിച്ച് അല്ലെങ്കിൽ അത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രേക്ഷകരെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ അല്ല, ബിന്ദു പണിക്കരും കൺസെന്റോടെ അല്ലേ അഭിനയിച്ചത്? പക്ഷെ അത് വലിയ കാര്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നതും നേരിട്ട് ജീവിതത്തിൽ പറയുന്നതും തമ്മിലുള്ള മിനിമം ഡിഫറൻസ് രാഹുൽ ഈശ്വറിന് മനസ്സിലാവുന്നില്ല. അല്ല അപർണ, ഒരു സെക്കൻഡ്, ഞാനല്ലല്ലോ ജയറാമിന്റെ ആ സിനിമയുടെ ഉദാഹരണം കൊണ്ടുവന്ന അപർണയല്ലേ? രാഹുലിന് കിട്ടുന്നേ ഇല്ല. ഞാൻ പറഞ്ഞത് അത് കോമൺ ആയിരുന്ന ഒരു കാലമാണ്. ആ കാലം ഞാൻ ശ്രീജിത്ത് പറഞ്ഞോട് വലിയൊരു ശതമാനം യോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ അനാലിസിസ് ഈ വിഷയത്തിന് സിമിലർ ആണ്. അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തോട് വിനീതമായി ഞാൻ യോജിക്കുന്നു. അതിന്റെ സൊല്യൂഷൻ ഒരു ക്രിമിനൽ കേസ് അല്ല, പകരം ഒരു സോഷ്യൽ റോങ് ആയി കണ്ടുകൊണ്ട് റിഫോർമേഷൻ ആണ്. ഇതൊരു ഡിറ്ററൻസ് ആയിട്ട് ഓൾറെഡി പ്രവർത്തിക്കും. അത് ഹണി റോസിന്റെ ക്രെഡിറ്റ് ആണ്. ഇത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്നാൽ അത് ഹണി റോസിനും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ക്രെഡിറ്റ് ഉണ്ടാകും. പക്ഷെ 3 വർഷം ജയിലിൽ പിടിച്ചിടണം എന്നൊരു നിലപാടിലേക്ക് സമൂഹം എത്തരുത്. ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ ക്ഷമ കൊടുത്തു വിട്ടാൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന മറ്റുള്ളവർക്കൊക്കെ എന്ത് ശിക്ഷ കൊടുക്കണം? അവരും ചോദിക്കില്ലേ ഈ ക്ഷമയൊക്കെ? മറ്റുള്ളവരുടെ കാര്യം എന്താണ് രാഹുൽ? അതൊക്കെ ഒന്ന് പറയൂ. എന്നോടാണെങ്കിൽ അതും കൂടെ എനിക്ക് കേൾക്കാൻ കഴിയുന്നത്, അതായത്
ഓൾറെഡി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് വലിയ തുറന്നു കൊടുക്കുക, ഇത് വലിയൊരു ഡിറ്ററന്റ് ആയിട്ട് ഓൾറെഡി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഡിറ്ററന്റിന്റെ ഭാഗമായി സമൂഹത്തിൽ ഒരു നന്മ വരും. അതിന്റെ ക്രെഡിറ്റ് ഹണി റോസിനാണ്, അതിന്റെ ക്രെഡിറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കൂടുതൽ കടുപ്പമുള്ള നിലപാടിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങളോ ഹണി റോസോ പോകരുത്. ആ കോടതിയിൽ ഇദ്ദേഹം ഓൾറെഡി തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കുറെ കൂടെ കരുണാർദ്രമായ സമീപനം കോടതികൾ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പോലും ആരും ബോച്ചയെ ന്യായീകരിച്ചില്ല എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബോച്ചയെ ന്യായീകരിച്ചു എന്ന് പറയരുത്, ബോച്ചയെ ന്യായീകരിച്ചില്ല. പകരം സമീപനം കുറെ കൂടെ ഉദാരപൂർണവും കരുണാർദ്രവും കമ്പാഷനേറ്റും ആകണമെന്നുള്ള ലിമിറ്റഡ് പോയിന്റ് ആണ് മുമ്പോട്ട് വെച്ചത്. ഒരു കാര്യം അങ്ങനെ അല്ല അപർണ ഇവിടുത്തെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു കരുണാർദ്രമായിട്ടുള്ള ഒരു സമീപനം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന്, അല്ലെങ്കിൽ ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ പറയുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് തന്റെ മാനേജർ വഴി അവരാരെ അറിയിച്ചത്, ബോബി ചെമ്മണ്ണൂരിനെ അറിയിച്ചത്. കരുണാർദ്രമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകണം, എന്നെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല. പിന്നീട് ഈ വഷളത്തരം കൂടുതൽ സ്ട്രോങ് ഡോസിൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്. രാഹുൽ ഇവിടെ പറയുന്നത് അതിലൊരു ക്രിമിനൽ കാര്യമില്ല, ഇതൊരു റോങ് ആണ്, ഒരു സോഷ്യൽ റോങ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഡബിൾ മീനിങ് പറയുക, ഒരു വ്യക്തിയെ അവരുടെ താല്പര്യമില്ലാതെ വീണ്ടും സ്റ്റോക്ക് ചെയ്യുക, ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഇൻസൾട്ട് ചെയ്യുക, ക്രിമിനൽ ഇന്റന്റോട് കൂടി സംസാരിക്കുക, ആഭാസകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ആഭാസകരമായിട്ടുള്ള ആംഗ്യങ്ങൾ ഉപയോഗിക്കുക, ഒരാളിന്റെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യുക എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റത്തെ ക്രിമിനൽ പ്രവൃത്തിയാണ്. അത് കേവലം ഒരു സോഷ്യൽ റോങ് അല്ല. ഒരു സോഷ്യൽ റോങ് എപ്പോഴാണ് ക്രിമിനൽ ആക്ടിവിറ്റി ആയി മാറുന്നത് എന്ന് വെച്ചാൽ അത് ഈ രീതിയിലത്തേക്ക് ഒരു സ്ത്രീയുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരെ ഇങ്ങനെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നിടത്താണ്. അപ്പൊ പിന്നെ അവരെ പറ്റി ഈ ലോകം മുഴുവൻ പറഞ്ഞ് കൊള്ളരുതായ്മ മുഴുവൻ പറഞ്ഞതിന് ശേഷം ഇനി അവര് വിശാല ഹൃദയായ ആശാൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും